വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ. ഞാൻ എൻ്റെ സന്തോഷത്തിന് അല്ലെങ്കിൽ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതും ഞാൻ എനിക്ക് മേടിച്ച കുറച്ച് സാധനങ്ങളും കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ആദ്യം അത് സാധനങ്ങൾ കാണിച്ചിട്ട് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഒരു സലൂണിൽ 1:30 അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നത്. ഇപ്പോൾ ഓൾറെഡി 1:25 ആയി. അപ്പം പോയിട്ട് വന്നിട്ട് സാധനങ്ങൾ കാണിക്കാം. ഞാനൊരു ഹെയർ മേക്ക് ഓവർ പ്ലസ് ഒരു പെഡിക്യൂർ ഒക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പെഡിക്യൂർ ഞാൻ മന്ത്ലി ചെയ്യുന്നൊരു റുട്ടീനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എൻ്റെ സ്കിൻ കെയർ വീഡിയോസിൽ എപ്പോഴേലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഞാനങ്ങനെ മുഖത്ത് ഞാനങ്ങനെ ക്ലീനപ്പ്, ഫേഷ്യൽ അങ്ങനത്തെ ഒരു പരിപാടികളും ഞാൻ പാർലറിൽ പോയി സലൂണിൽ പോയി ഞാൻ ചെയ്യാറില്ല. അപ്പം ഇന്നും ഞാൻ മുഖത്തൊന്നും ചെയ്യുന്നില്ല. പെഡിക്യൂർ ഞാൻ മന്ത്ലി ചെയ്യുന്നൊരു കാര്യമാണ്. പെഡിക്യൂർ ആൻഡ് ഐബ്രോസ് ഞാൻ മന്ത്ലി ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു ഹെയർ കട്ട് ഞാൻ ഇയർലി ആണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ലേഡീസിന് പൊതുവെ നമുക്കൊരു മേക്ക് ഓവർ വേണമെന്ന് തോന്നുമ്പോൾ ഒരു ഹെയർ കട്ടാണല്ലോ എപ്പോഴും ചെയ്യാറ്, മൊത്തത്തിലൊരു മാറ്റം. അപ്പം പിന്നെ ഹെയർ കളറ് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഹെയർ കളർ പറഞ്ഞപ്പം അവർ പറഞ്ഞത് കളർ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ഞാനൊരു 5 വർഷം മുന്നേ മീനാക്ഷിയുടെ കല്യാണ സമയത്ത് ഒരു ബോട്ടോക്സ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അധികം എൻ്റെ മുടിയിൽ കളറ് പിടിക്കാൻ കുറച്ച് പാടാണ്. പിന്നെ അത് കഴിഞ്ഞൊരു 3 വർഷം മുന്നേ ഞാൻ കളർ ചെയ്തു. അവരെനിക്ക് തോന്നുന്നത് വേറെ പാർലറിലാണ്, അവർ ബ്ലീച്ച് ചെയ്തിട്ടാണ് കളർ ചെയ്തത്. ഇതിനോട് പറഞ്ഞൊന്നുമില്ല, പക്ഷെ ബ്ലീച്ച് ചെയ്തിട്ടാണ് കളർ ചെയ്തത്. വേറൊരു പാർലർ, ഇപ്പോൾ പോകുന്ന സ്ഥലത്തല്ല. പക്ഷെ അതിൽ പിന്നെ എനിക്ക് ഭയങ്കര ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, മുടി പൊഴിച്ചിലുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പാർലറിൽ പോകാറില്ല. കാരണം നമ്മളടുത്ത് പറഞ്ഞാലല്ലേ നമ്മളറിയുള്ളൂ. അപ്പം ഇവരെനിക്ക് നല്ലൊരു സ്ഥലമാണ്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ പോകുന്നു. മറ്റേത് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലമാണ്. പക്ഷേ മുരളിയേട്ടൻ ഇപ്പോഴും അവിടെ തന്നെയാണ് പോകുന്നത്, രണ്ടും അടുത്താണ്. പക്ഷെ അവർ ചോദിക്കാറൊന്നുമില്ല, അങ്ങ് ബ്ലീച്ച് ചെയ്യും, കളർ ചെയ്യും. പക്ഷേ ഹെയർ ഫോൾ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ പോകാറില്ല. ഇവർ പിന്നെ കളർ പിടിക്കുന്നില്ല എന്നുള്ളൊരു വാസ്തവം പറയുന്നതുകൊണ്ട് ഞാൻ ഇവിടെ പോകുന്നു. ഈ പ്രാവശ്യം കളർ പിടിച്ചാൽ ചെയ്യും, അവർ ട്രൈ ചെയ്ത് നോക്കട്ടെ. പക്ഷേ കളർ പിടിച്ചില്ലെങ്കിൽ അവർ പൈസ ഒന്നും മേടിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലല്ലോ, കുറച്ച് ടൈം പോവും, നമ്മുടെ കുറച്ച് ടൈം പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് പെഡിക്യൂർ ഇപ്രാവശ്യം ഞാൻ അവിടെ പോയി അല്ല സാധാരണ പെഡിക്യൂർ ചെയ്യുന്നത്. അപ്പം ഇപ്രാവശ്യം ടൈമിലങ്ങ് പെഡിക്യൂർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് പറയാനുള്ള, നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ടൈം കണ്ടെത്തണം എന്ന് വിചാരിച്ചാൽ നമുക്ക് സന്തോഷം കിട്ടുകയുള്ളൂ. അല്ലാതെ നമുക്കാരും ഇങ്ങോട്ട് കൊണ്ട് സന്തോഷം തരണം, എൻ്റെ പാർട്ട്ണർ ഹസ്ബൻഡ് സന്തോഷം തരണം, മക്കൾ സന്തോഷം തരണം, പേരൻസ് സന്തോഷം തരണം എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ നമുക്കൊരിടത്തുനിന്നും സന്തോഷം കിട്ടില്ല. നമ്മുടെ സന്തോഷം കണ്ടെത്താൻ നമ്മൾ വില്ലിങ് ആവണം ആദ്യം, അല്ലേ? എന്നാലേ നമുക്ക് സന്തോഷം കിട്ടുകയുള്ളൂ. വേറെ ആരുടെയും സന്തോഷം എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളാണ് സന്തോഷം കണ്ടെത്തേണ്ടത്. പിന്നെ നമ്മൾ സന്തോഷം കണ്ടെത്താൻ തുടങ്ങുമ്പോൾ ചുറ്റിനുള്ളവരുടേതും നമുക്ക് സന്തോഷം കിട്ടും. അതാണ് സൈക്കോളജി ആക്ച്വലി. അത് ആർക്കും ആക്ച്വലി മനസ്സിലാവാറില്ല. എല്ലാവരും അയ്യോ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, എൻ്റെ ലൈഫ് അങ്ങനെയാണ് എന്ന് സ്വന്തം ലൈഫിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. എല്ലാവരും ഞാൻ പറയുന്നില്ല, എല്ലാവരും അങ്ങനെയല്ല. പക്ഷെ കുറച്ച് ശതമാനം പേരങ്ങനെയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് എന്ത് ലൈഫാണ് വേണ്ടത് അതൊന്ന് ആലോചിച്ച് നോക്ക്. ആ ലൈഫ് നമ്മളൊന്ന് ഫേക്ക് ചെയ്താണെങ്കിലും ഒന്ന് ജീവിക്കാൻ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ആ ലൈഫ് നമുക്ക് തന്നെ വന്നു ചേരും. നമുക്ക് വേണ്ട ലൈഫ് എന്താണ് അത് നമ്മളൊന്ന് ആക്ച്വലി ചെയ്ത് നോക്ക്. അപ്പോൾ ആ ലൈഫ് നമുക്ക് വന്നു ചേരും. അങ്ങനെയാണ് പറയപ്പെടുന്നത്. ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സലൂണിൽ എത്തിയിട്ട് കാണാം. ഞാൻ ചെന്ന് ആദ്യം കളർ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. കളർ ഇട്ട് എനിക്ക്
കളറ് പിടിക്കാത്തതിൻ്റെ റീസൺ ഞാൻ ബോട്ടക്സ് ചെയ്തത് കൊണ്ടായിരുന്നില്ല, അതെൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു. ഞാൻ മന്ത്ലി റൂട്ട് ടച്ചപ്പ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഗ്രേ ഹെയർ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം റൂട്ട് ടച്ചപ്പ് നമ്മളൊരു ഡാർക്ക് കളറല്ലേ ചെയ്യുന്നത്, ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ. ഞാൻ ബ്ലാക്ക് അല്ല, ഡാർക്ക് ബ്രൗൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ വേറെ ലൈറ്റ് കളേഴ്സ് ഒന്നും പിടിക്കാത്തതെന്നാണ് അവർ പറയുന്നത്. പെഡിക്യൂർ ചെയ്യാനായിട്ട് ഒരു മസാജിങ് ചെയറിൽ ഇരുന്നപ്പോഴുള്ള പെട്ടെന്നുള്ള റിയാക്ഷനാണ്. അവർ ആ മസാജർ ഓൺ ആക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് ബാക്കിൽ നിന്നെല്ലാം ഒരു കുലുക്കം വന്നു. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് പെഡിക്യൂർ ഞാനൊരു കാൻഡിൽ പെഡിക്യൂറാണ് ഓപ്റ്റ് ചെയ്തത്. അവർക്ക് റുട്ടീൻ പെഡിക്യൂറും ഉണ്ട്, കാൻഡിൽ പെഡിക്യൂർ എന്താണ് എന്നറിയാമല്ലോ. പിന്നെ പറഞ്ഞു കാൻഡിൽ പെഡിക്യൂർ. ഞാൻ ചോദിച്ചത് മന്ത്ലി വീണ്ടും ഈ കാൻഡിൽ പെഡിക്യൂർ തന്നെ ചെയ്യേണ്ടി വരുമോ? പറഞ്ഞു വേണ്ട, ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ എന്നെ ഭയങ്കര ഡ്രൈ സ്കിന്നാണെന്ന് കാല് കണ്ടപ്പോൾ പറഞ്ഞു. ഇതൊക്കെ എൻ്റെ കാലിൽ നിന്ന് ഇളകി വന്ന എൻ്റെ തൊലിയാണ് കേട്ടോ. അപ്പം കാൻഡിൽ പെഡിക്യൂർ എന്ന് പറഞ്ഞാൽ ഈ കാൻഡിലേന്ന് തന്നെ ഇതിങ്ങനെ മെഴുക് ഇതേപോലെ എടുത്ത് കാലെ പെരട്ടി കാല് കുറച്ച് സോഫ്റ്റാക്കി എടുക്കും. പിന്നെ ഇതൊക്കെ ഓട്സ് ആണ് കേട്ടോ. മുകളിൽ വേറെന്തോ ഒരു സാധനം പാക്ക് ഇട്ടു, താഴെ ഓട്സ് ഒക്കെ ഇട്ടു. പിന്നെ ലാസ്റ്റ് നെയിൽ പോളിഷ് അവർ കുറേ നിർബന്ധിച്ച്, ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയ എന്നിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? മുടി കളർ ചെയ്യാൻ വീണ്ടും പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. ആദ്യം ഒന്ന് ശ്രമിച്ചു, കളറിട്ട് നോക്കി, പക്ഷെ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെ ഡാർക്കായിട്ടുള്ളൊരു കളറൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു, അതെങ്കിലും പിടിക്കും. അവർ പറഞ്ഞു ലൈറ്റായിട്ടുള്ള കളർ ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞു, ചില കളേഴ്സ് പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഡാർക്കായിട്ടുള്ളൊരു കളറൊക്കെ എടുത്തു കൊടുത്തു നോക്കി, പക്ഷെ അതും പിടിച്ചില്ല. ബ്ലീച്ച് ഇട്ടാൽ വേണമെങ്കിൽ പറ്റും എന്ന് പറഞ്ഞു, പക്ഷെ ബ്ലീച്ചിട്ട് നോക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായില്ല. കാരണം ഒന്നാമതേ വളരെ കുറച്ച് മുടിയേ ഉള്ളൂ, ഇനി അതും കൂടെ പോയാൽ ഇതിപ്പം കഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെയൊക്കെ ശരിയാക്കിക്കൊണ്ട് വരുന്ന ഒരു മുടിയാണ്. അതിന് ബ്ലീച്ചിട്ട് കുളവാക്കാൻ തോന്നിയില്ല. ഞാൻ ഇപ്പം എനിക്ക് ഹെയർ ഫോളൊക്കെ കുറച്ച് കുറഞ്ഞ് ഞാനെന്താ മുടിയൊക്കെ സൂക്ഷിച്ച് കൊണ്ടുവരുവാണ്, എണ്ണയൊക്കെ തേച്ച്. ഇനി അതിനെ ഞാൻ ബ്ലീച്ചിട്ടും കൂടെ നശിപ്പിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല. അങ്ങനെ മുടി മാത്രം വെട്ടി, കുറച്ചധികം ഷോർട്ടാക്കി. കുറച്ച് മുടി ഹെയർ കട്ട് ഏതാ ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാനൊരു ഫോട്ടോ കാണിച്ചായിരുന്നു. ഇങ്ങനെ ഷോർട്ട് ഹെയർ റൗണ്ട് ഫേസിന് പറ്റിയ ഒരു ലെയർ കട്ട് അല്ല, ഷോർട്ട് ഹെയർ റൗണ്ട് ഫേസിന് പറ്റിയതല്ല, ഷോർട്ട് ഹെയർ ആക്കി ഒരു ലെയർ കട്ട് റൗണ്ട് ഫേസിന് പറ്റിയത്. എൻ്റെ ഒരു വട്ടമൊക്കെയാണ്, അപ്പം അതിന് പറ്റിയൊരു ലെയർ കട്ട്. അങ്ങനെ ഞാനൊരു ലെയർ കട്ടാണ് ചെയ്തത്. നല്ല അധികം ലെയർ ചെയ്തു. ഇവിടെ തൊട്ടേ എൻ്റെ കുറച്ചധികം വലിയ നെറ്റിയാണ്, അപ്പം വലിയ നെറ്റി കവർ ചെയ്ത് നിൽക്കത്തക്ക ഒരു ലെയർ. ഇത്രയും നീളേ ഉള്ളൂ ഇപ്പം എൻ്റെ മുടിക്ക്. ഞാനൊരു 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ അധികം നീളം വേണ്ട, പക്ഷേ കുറച്ച് അങ്ങനെ എനിക്ക് തോന്നി. കുറച്ച് ചേഞ്ചിന് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ, അതുകൊണ്ട് കുറച്ച് നീളം കുറച്ചേക്കാന്ന് വിചാരിച്ചു. പിന്നെ ഡാൻസ് ഒക്കെ വരുമ്പോഴാണ് കുറച്ച് പാട്. ഉടനെ എങ്ങും ഡാൻസ് കളിക്കുന്നില്ല, അതുകൊണ്ട് കുറച്ച് നീളം കുറച്ചു. പിന്നെ പെഡിക്യൂർ ഭയങ്കര നല്ലതായിരുന്നേ. ഞാൻ ചെയ്തത് സാധാരണ ഞാൻ നോർമൽ പെഡിക്യൂറാണ് ചെയ്യാറ്. ഇവിടെ അല്ല ഞാൻ പെഡിക്യൂർ ചെയ്യാൻ, ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ തന്നെ ഒരു ബ്യൂട്ടീഷ്യൻ വന്ന് ഞാൻ ചെയ്യാണ്. അല്ല, എൻ്റെ വീട്ടിലൊരു ബ്യൂട്ടീഷ്യൻ വന്ന് ചെയ്യാണ്. ഇത് ഇപ്പം ഞാൻ പാർലറിൽ വന്ന് ചെയ്തിട്ടൊക്കെ ഒത്തിരി നാളായി. അപ്പോൾ ഇതൊരു കാൻഡിൽ പെഡിക്യൂർ, ഇങ്ങനെ കാൻഡിലിൽ നിന്ന് തന്നെ നല്ല സുഖമായിരുന്നു പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഇരുന്നതൊരു ഈ മസാജിങ് ചെയറിൽ, പുറമൊക്കെ നല്ല സുഖം, എനിക്ക് അതൊക്കെ നല്ല റിലാക്സിങ് ആയിട്ട് തോന്നി. മൊത്തത്തിൽ പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞപ്പോഴും നല്ല രസം, കാലൊക്കെ നന്നായി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കമൻറ്റ് കണ്ടതാണ്, ഡ്രൈവിങ്ങിനെ പറ്റി ഒന്ന് മെൻഷൻ ചെയ്യണം എന്നല്ല പറയണം എന്ന്. ഡ്രൈവിങ്ങിനെ പറ്റി ഞാൻ പറയേണ്ടത് എന്താണ്, ഡ്രൈവിങ് ഞാൻ ലൈസൻസ് എടുത്തത് കല്യാണത്തിന് മുന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയില്ലേ, ഷാർജയിൽ പോയില്ലേ, അവിടെ ചെന്ന് ലൈസൻസ് എടുക്കാൻ ശ്രമിച്ചിട്ട്, അവിടുത്തെ ലൈസൻസ് UAE ലൈസൻസ് എടുക്കാൻ ശ്രമിച്ചിട്ട് 5 ടെസ്റ്റിന് പോയി, ജയിച്ചില്ല. പിന്നെ ഞാൻ ആ ഡ്രൈവിംഗ് പഠിത്തം അവിടെ ഉപേക്ഷിച്ചു കേട്ടോ. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു നന്ദുവിനെയൊക്കെ ഇരുത്തി അവിടെ വണ്ടി ഓടിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. നടന്നില്ല.
നടന്നില്ല. അവിടെ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്ന് ഞാൻ എമിറേറ്റ്സ് ഡ്രൈവിംഗ് സ്കൂളിലാണ് അവിടെ പോയത്. ഒരു ബംഗ്ലാദേശി ടീച്ചറായിരുന്നു, ലേഡി ഇൻസ്ട്രക്ടർ ആയിരുന്നു. അവിടെ എനിക്ക് ദുബായ് വിസ ആയതുകൊണ്ട് തന്നെ ദുബായ് ലൈസൻസ് വേണമായിരുന്നു. ആ ഇൻസ്ട്രക്ടർ സുഖമില്ല, എന്നെ സൈഡിൽ ഇരുത്തി, ഞാൻ ഭയങ്കര ഡ്രൈവിംഗ് വിദഗ്ധയാന്നാ ടീച്ചർ പറയുന്നത്. അവര് സൈഡിൽ ഇരുത്തി സാൻഡ്വിച്ച് കഴിക്കുക, അത് ഇതൊക്കെ ചെയ്യും. ഒരു സുഖമില്ലായിരുന്നു എന്റെ ടീച്ചർ, എനിക്ക് കിട്ടിയ ടീച്ചർ. എല്ലാ ടെസ്റ്റിനും ഞാൻ പോയി പൊട്ടും. അങ്ങനെ എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി. പിന്നെ എനിക്കൊരു കുറ്റബോധം, അവിടെ ഞാൻ ഏണിങ് അല്ലായിരുന്നല്ലോ. ഞാൻ ഈ മുരളിയേട്ടന്റെ പൈസയിൽ നിന്ന് ഞാനിങ്ങനെ, അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. മുരളിയേട്ടന്റെ പൈസയിൽ നിന്ന് ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം ഡ്രൈവിംഗ് ടെസ്റ്റിന് നമ്മള് പിന്നെ അത് പഠിക്കാൻ പോലും ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പം ഭയങ്കര കുറ്റബോധമായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ അത് നിർത്തി അവസാനം. അതൊരു കുറ്റബോധം, ഇങ്ങനെ പൈസ മുരളിയേട്ടന്റെ പൈസ ഞാനിങ്ങനെ കളയുന്നല്ലോ എന്നൊരു കുറ്റബോധം വന്നിട്ട് നിർത്തി. അങ്ങനെയാണ് അവിടുത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിന്റെ കഥ. പിന്നെ ഇവിടെ വന്ന് ലൈസൻസ് റിന്യൂ ചെയ്യാൻ പോയത് ഒരു കഥയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, എന്നാലും കമന്റ് വന്ന സ്ഥിതിക്ക് ഞാനത് ഒന്നുകൂടെ പറയാം. ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല, മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന്. എനിക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസേ ഇല്ല. ലൈസൻസ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഇത് എന്റെ എക്സ്പയർ ആയിട്ട് 3 വർഷമായി. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് എക്സ്പയർ അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ റിന്യൂ ചെയ്യാൻ അതുകൊണ്ട് 3 വർഷം കഴിഞ്ഞത് കൊണ്ട് അതൊന്നുകൂടെ ടെസ്റ്റ് എടുത്ത് കാണിക്കണമായിരുന്നു. അങ്ങനെ ഐ ടെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ ടെസ്റ്റ് എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും അവര് നമ്മുടെ വണ്ടിയിൽ തന്നെ ടെസ്റ്റ് എടുത്ത് കാണിച്ചാൽ മതി. പിറ്റേ ദിവസമാണ് ടെസ്റ്റ് എന്നറിയുന്നു. മുരളിയേട്ടൻ എന്നെ തലേ ദിവസം ഭയങ്കര കഠിനമായി പഠിപ്പിക്കുന്നു. എങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നു, ആദ്യം ഒരു ഡ്രൈവിംഗ് ആശാനെ കണ്ടുപിടിച്ച് പുള്ളിയുടെ ഇതിൽ പഠിപ്പിക്കും. എനിക്കതൊന്നും ശരിയാവുന്നില്ല കാരണം തലേ ദിവസമാണ് അറിയുന്നത് പിറ്റേ ദിവസം ടെസ്റ്റാന്ന്. പിന്നെ എങ്ങനെയൊക്കെ മുരളിയേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ കിടന്ന അച്ഛൻ്റെ വണ്ടിയിൽ പഠിക്കുന്നു, എന്തൊക്കെയാ പഠിക്കുന്നു. കുഴപ്പമില്ലാന്ന് തോന്നി, ഓടിക്കാം. കാരണം എച്ചൊന്നും എടുത്ത് കാണിക്കണ്ട, റോഡിൽ ഓടിച്ചാൽ മതി. കുഴപ്പമില്ലാന്ന് തോന്നി, ഓടിക്കാനായിട്ട് കുഴപ്പമില്ല. വണ്ടി ഓഫ് ആവാതിരുന്നാൽ മതിയല്ല, ജസ്റ്റ് റോഡിൽ ഓടിക്കാമെന്ന് തോന്നി എനിക്ക്. അങ്ങനെ അത് ഓടിക്കാനായിട്ട് ഇൻസ്ട്രക്ടർ അല്ല, ടെസ്റ്റ് എടുക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ചോദിച്ചു, ഏതാണ് നിങ്ങളുടെ വണ്ടി? അപ്പൊ ഞാൻ പറഞ്ഞു, അതേ ആ കിടക്കുന്ന KL01, ഇങ്ങനെ ട്രിവാൻഡ്രം രജിസ്ട്രേഷനാണ്. അപ്പം പുള്ളി പറയാ, അത് KL01 അല്ല കുട്ടി. എനിക്ക് ഡയലോഗ് ഇപ്പോഴും പുള്ളി അങ്ങനെ തന്നെ വിളിച്ചു, KL01 അല്ല കുട്ടി, KL01 ആണ്. അപ്പോഴേ എന്റെ നോളജ് മനസ്സിലാക്കണമല്ലോ. എനിക്ക് 01 എന്നുള്ള ഇതുപോലും ഇല്ല, വിവരമില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴും അതിന് O1 നമ്മൾ 01 എന്ന് പറയാമല്ലോ, അതിപ്പോഴെന്താന്ന് എനിക്ക് അറിയില്ല. അങ്ങനെയാണ് അങ്ങനെ എനിക്ക് അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസ്. പിന്നെ മുരളിയേട്ടൻ എനിക്ക് ടെസ്റ്റ് പാസ്സായി. ആ ഒരു ഓടിപ്പിൽ തന്നെ വലിയ കുഴപ്പമില്ലാതെ ഓടിച്ചു, ടെസ്റ്റ് പാസ്സായി. പക്ഷെ മുരളിയേട്ടൻ എനിക്ക് വണ്ടിയൊന്നും തന്നിട്ടില്ല. മുരളിയേട്ടന് വണ്ടി തരത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അപ്പം വണ്ടി മേടിച്ചില്ല. ഇങ്ങോട്ട് ഈ വീട്ടിൽ പാല് കാച്ചിൻ്റെ അന്ന് തന്നെ വണ്ടി മേടിച്ചു. പക്ഷെ മുരളിയേട്ടൻ എനിക്ക് വണ്ടിയൊന്നും തന്നിട്ടില്ല. മുരളിയേട്ടന് വണ്ടി തരില്ല എന്ന് പറഞ്ഞു. എനിക്ക് വലുതായിട്ടൊന്നും വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, ജസ്റ്റ് ടെസ്റ്റ് പാസ്സായെന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സ്വന്തമായി ഏൺ ചെയ്ത് എനിക്ക് ഒരു വണ്ടി മേടിച്ച് കഴിഞ്ഞപ്പോഴാണ്, അതിലാണ് ഞാൻ ഓടിച്ചൊക്കെ കുറച്ചൊക്കെ പഠിച്ചത്. ഇതിപ്പോൾ എൻ്റെ പാർക്കിങ്ങിൽ കയറി കേട്ടോ, അതാണ് ഇരുട്ട്. നമ്മൾ തന്നെ ഓടിച്ച് പഠിച്ചാലേ നമുക്ക് കോൺഫിഡൻസ് വരുള്ളൂ. അല്ലാതെ നമ്മളെ ആരെങ്കിലും പഠിപ്പിച്ച് നമ്മുടെ പേടി മാറാം എന്നൊന്നും വിചാരിച്ചിരുന്നാൽ ഒരിക്കലും പേടി മാറില്ല. നമ്മൾ ആരെങ്കിലും പിന്നെ വഴക്ക് ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ പേടി വരും. അത് എനിക്കിപ്പം ആദ്യത്തെ കുറെ നാൾ മുരളിയേട്ടൻ തന്നെ ഈ വണ്ടിയിൽ കൂടിയിരുന്ന് എന്നെ വഴക്കൊക്കെ പറയായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് പേടിയായി. ഞാൻ മുരളിയേട്ടൻ പറയാം, മുരളിയേട്ടൻ എപ്പോഴും എന്നെ ഇങ്ങനെ പേടിപ്പിക്കരുതെന്നൊക്കെ പറയും. അങ്ങനെ കുറെ നാൾ മുരളിയേട്ടൻ എൻ്റെ കൂടെ വരുമായിരുന്നു. പിന്നെ ഞാൻ അത്യാവശ്യം അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് പോയി തുടങ്ങി. ഇപ്പോഴും എനിക്കിത് ഈ പാർക്കിംഗ് ഭയങ്കര പാടാ. ഇങ്ങനത്തെ പാർക്കിംഗ് എല്ലായിടത്തും പാടാ. എന്റെ ഈ ഞങ്ങളുടെ ഇവിടുത്തെ പാർക്കിംഗ് എനിക്ക് ഇതേപോലത്തെ എല്ലാ പാർക്കിങ്ങും, വഴിയിലത്തെ പാർക്കിംഗ് എല്ലാം എനിക്ക് പാടാ. ഞാൻ 1-2 പ്രാവശ്യം എടുത്താ ഇവിടെ പാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഒറ്റയടിക്ക് പാർക്ക് ചെയ്യും. ഇതേപോലത്തെ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് പാർക്ക് ചെയ്യാൻ പാടാ. അങ്ങനെ എല്ലാം നമ്മള് പഠിച്ച് അങ്ങനെ ഞാൻ എക്സ്പേർട്ട് ആണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മള് ഓടിച്ച് അങ്ങ് പഠിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എക്സ്പേർട്ട് ആയിട്ട് നമ്മളെല്ലാം ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. എല്ലാം ഒരു 80% പെർഫെക്റ്റ് ആയാൽ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ 100% പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യാൻ ശ്രമിച്ചാൽ ഒന്നും നടക്കില്ല. എല്ലാം ഒരു 80% പെർഫെക്റ്റ് ആയാൽ നമ്മളിങ്ങനെ
3 സ്റ്റെപ്പ് ഫോർവേഡ് 2 സ്റ്റെപ്പ് ബാക്ക്വേർഡ്. നമുക്കൊരു സ്ഥലത്ത് എത്തണം. 3 സ്റ്റെപ്പ് ഫോർവേഡ് 2 സ്റ്റെപ്പ് ബാക്ക്വേർഡ്, 3 സ്റ്റെപ്പ് ഫോർവേഡ് 2 സ്റ്റെപ്പ് ബാക്ക്വേർഡ്. അങ്ങനെയാണെങ്കിലും നമ്മൾ സ്ഥലത്തെത്തും. അല്ലാതെ നമുക്ക് പേടിച്ചിട്ട് ആ സ്ഥലത്ത് പോകാതിരിക്കുന്നതാണോ, അല്ലാതെ 3 സ്റ്റെപ്പ് ഫോർവേഡ് പോയി 2 സ്റ്റെപ്പ് പുറയിലോട്ട് വന്നു, 3 സ്റ്റെപ്പ് ഫോർവേഡ് പോയി 2 സ്റ്റെപ്പ് പുറയിലോട്ട് വന്നു, അങ്ങനെ പോയി പുറയിലോട്ട് വരുന്നതാണോ, അതോ പേടിച്ചിട്ട് അങ്ങോട്ട് പോവാതെ അവിടെ തന്നെ നിൽക്കുന്നതാണോ നല്ലത്? ഏതോ നല്ലത് ഒന്ന് ആലോചിച്ച് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എൻ്റെ വണ്ടി. ഇപ്പൊ തന്നെ ഞാൻ സംസാരിച്ച് ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ല, വണ്ടി ഫ്രണ്ടിലോട്ട് പോവാ. ഇങ്ങനെ ഞാൻ പലപ്പോഴും ഓരോ മണ്ടത്തരങ്ങളെ കാണിക്കും. എന്നിട്ട് മുരളിയേട്ടൻ പറയും വഴിയിൽ ആൾക്കാർ ഹോൺ അടിക്കും, ഇതൊന്നും ഞാൻ കേൾക്കാറുമില്ല, മൈൻഡ് ചെയ്യാറുമില്ല. എന്നിട്ട് മുരളിയുടെ കളി വയ്ക്കും, എങ്ങനെയൊക്കെ നിന്റെ വണ്ടി അതിന്റെ റോഡിൽ കൂടെ നീങ്ങി പോവാതെ. അത് കറക്റ്റാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ വഴിയിൽ ആൾക്കാർ ഹോൺ അടിക്കുന്നത് ഞാൻ ചിലപ്പോൾ മൈൻഡ് ചെയ്യത്ത് പോലും ഇല്ല. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വണ്ടി. ഞാൻ നിങ്ങളോട് സംസാരിച്ച് ഞാൻ ചിലപ്പം ഇങ്ങനെ ആബ്സെന്റ് മൈൻഡിന് ഞാൻ ചിലപ്പോൾ വണ്ടി തട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ. അത് ദൈവാധീനത്താൽ. കാരണം എനിക്ക് എൻ്റെ വിശ്വാസം ഞാൻ തട്ടില്ല എന്ന്. ടച്ച് ഇവിടെ മുണ്ടില്ലല്ലോ ഈശ്വര, തട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ പോകുന്നു. ഞാൻ ചിലപ്പോൾ ഇതേപോലെ വണ്ടിയൊക്കെ ഓഫാക്കി ഇറങ്ങും. കുറച്ച് നോക്കുമ്പോൾ എന്താ എൻ്റെ വണ്ടി മുമ്പോട്ട് പോകുന്നത്, ഈ പാർക്കിംഗ് കേട്ടോ, വെളിയിലല്ല, എന്താ എൻ്റെ വണ്ടി മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ വിചാരിക്കും. അപ്പോഴാണ് മനസ്സിലായി, അയ്യോ ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ല. ഇങ്ങനെ പല അബദ്ധങ്ങളും എനിക്ക് പറ്റാറുണ്ട് കേട്ടോ. ഭയങ്കര ഇരുട്ട്. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. ഞാൻ മേടിച്ച സാധനങ്ങളും കൂടെ കാണിക്കാം. ഇത് ടിറയിന്ന് ഓർഡർ ചെയ്ത സംഭവങ്ങളാണ്. കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായിട്ട് എനിക്ക് വേണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങളാണ്. അങ്ങനെ നോക്കി ഇരുന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് ഞാൻ ടിറയിന്നല്ല ഞാൻ ഓർഡർ ചെയ്യാനിരുന്നത്. ഇത് നയൻതാരയുടെ അവരുടെ ബ്രാൻഡില്ലേ, നൈംസ് എന്ന് പറയുന്നത്, അവരുടെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ്. അപ്പം അവരുടെ വെബ്സൈറ്റിൽ കയറി ഞാൻ അവരുടെ ഒരു കോംബോ ഇതുണ്ട്, കോംബോ സ്കിൻ കെയർ തുറക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ പെട്ടി പൊട്ടിച്ച് വെച്ചിരുന്നു. ഇത് ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് ഓപ്പൺ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്തില്ല. ഒരു മിനിറ്റ് സിസ്റ്റേഴ്സ് എടുത്തോണ്ട് വരാം. നൈൻസ് എന്നല്ല, നൈൻ സ്കിൻ എന്നാണ് കേട്ടോ. ഈ പേര് മറന്നുപോയതാ, നൈൻ സ്കിൻ. അപ്പം ഞാൻ ഓർഡർ ചെയ്ത് കോംബോ പാക്കിനകത്ത് എനിക്ക് തോന്നുന്നു 4 or 5 പ്രോഡക്ട്സ് ഉണ്ട്. അത് ഞാൻ അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. ആക്ച്വലി ആപ്പല്ല, അവർക്ക് വെബ്സൈറ്റ് ആണുള്ളത്. ആപ്പ് ഉണ്ടോ, വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ വെബ്സൈറ്റിൽ കയറി കുറേ നാളായിട്ട്, ആദ്യം ഞാനിത് നോക്കി വെച്ചിരുന്ന ഒരു 3 or 4 മാസങ്ങൾ മുന്നേ വെബ്സൈറ്റിൽ കയറി ഈ കോംബോ, ഇത് സ്കിൻ കെയർ കോംബോ ഇത് നോക്കി വെച്ചിരുന്നു. പക്ഷെ അത് പിന്നെ ഞാൻ ബർത്ത്ഡേ ആകുമ്പോഴാണ് എനിക്കിത് വേണം, ബർത്ത്ഡേക്ക് എനിക്കിത് തന്നെ ഞാൻ ഗിഫ്റ്റ് ഇതായിട്ട് എനിക്കിത് വേണം എന്ന് വെച്ച് ഞാൻ അങ്ങനെ ബർത്ത്ഡേ സമയത്ത് മുമ്പിനെ മേടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ബർത്ത്ഡേ June 1st കേട്ടോ. അപ്പം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എത്ര ഡേറ്റ്, തോന്നുന്നു May 28 തോന്നുന്നു. ഇതിപ്പോൾ ഞാൻ May 10 ആ സമയത്തെങ്ങാണ്ട് ഓർഡർ ചെയ്തതാണ്. അത് കഴിഞ്ഞൊരു 2 weeksനകം എങ്ങാണ്ടാണ് വന്നത്. 1 week അങ്ങാണ്ട് കഴിഞ്ഞപ്പോഴാണ്, 2 weeksനകം എത്തി സംഭവങ്ങൾ. അപ്പം വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോഴത്തേക്കും, ഞാൻ ഓർഡർ ചെയ്യാനായിട്ട് നോക്കിയപ്പം അത് ഔട്ട് ഓഫ് സ്റ്റോക്കായി. ഈ 2 പ്രോഡക്ട്സും ഔട്ട് ഓഫ്. പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും ഒരു കോംബോ പാക്ക്, ഓക്കെ അതില്ല, ആ കോംബോ പാക്ക് ഇല്ല. പിന്നെ അടുത്തത് ഇത്, എനിക്ക് ആ കോംബോ പാക്കിലുള്ള ആ ഒരു സംഭവങ്ങൾ വേണം. എന്നുവെച്ചാൽ അത് നല്ലൊരു സംഭവമാണ്. ഒരു റിജുവിനേറ്റ് നൈറ്റ്, എനിക്ക് രാത്രിയിൽ ഇടാനായിട്ടുള്ള സംഭവമാണ് വേണ്ടത്, നൈറ്റ് സ്കിൻ കെയർ പ്രോഡക്റ്റ്. അപ്പം അതാണ് ആ കോംബോ പാക്കിൽ ഉണ്ടായിരുന്നത്. അത് ഇല്ല. അപ്പം അതിലുള്ള ആ 2 സംഭവം ക്ലെയർ ഇതിലുണ്ടോ നോക്കിയപ്പോഴത്തേക്കും അതൊന്നും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ആ വെബ്സൈറ്റിൽ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അത് ടിറയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ടിറയിൽ നിന്ന് ഓർഡർ ചെയ്തതിൻ്റെ റീസൺ. അപ്പം ഇപ്പം ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് റിജുവിനേറ്റ്. ഇതൊരു കോംബോ ആയിട്ട് തന്നെയാണ് കേട്ടോ, വെബ്സൈറ്റിലുള്ളത് പോലെ തന്നെ ഈ ടിറയിലും ഇത് കോംബോ ആയിട്ട് തന്നെയാണ്, ഒരുമിച്ച് കോംബോ ആയിട്ട് തന്നെയാണ്. ഈ 4 കോംബോ അല്ല, ഇത് രണ്ടും ഒരു കോംബോ ആണ്. റിജുവിനേറ്റ് നൈറ്റ് ക്രീം, പിന്നെ ആൻറ്റി ഏജിങ് സിറം, ഇത് രണ്ടും ഒരുമിച്ചാണ്. അപ്പം എനിക്ക് തോന്നുന്നു
ഈ സിറം ഇട്ട് കഴിഞ്ഞിട്ട് നൈറ്റ് ക്രീം ഇടണം എന്നാണ്. എനിക്കത് അറിഞ്ഞുകൂടാ, ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. എങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഒന്നും എനിക്കറിയില്ല. ഞാനിത് ജസ്റ്റ് ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, ഏതായാലും ഞാനിവിടെ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴേലും യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കാം. വേണം എന്നുള്ളവർ നോക്കുക, ഇല്ലെങ്കിൽ എപ്പോഴേലും കാണിക്കാം. ഓക്കെ, ഞാൻ ഏതായാലും മേടിച്ചു എന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ എനിക്കായിട്ട് മേടിച്ച് ബർത്ത്ഡേ ഗിഫ്റ്റും എനിക്കായിട്ട് എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ചെയ്ത കാര്യങ്ങളും. ഞാൻ പറഞ്ഞല്ലോ നല്ല ഇനിയും സാധാരണ ഞാനുണ്ടല്ലോ പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ആഴ്ചത്തേക്ക് മാത്രം വാസലൈൻ ഉണ്ടാക്കിയിട്ട് ഉറങ്ങാൻ നേരത്ത് ഈ വാസലൈനൊക്കെ 2 ആഴ്ച മാത്രം ചെയ്തിട്ട് സംഭവമാണ്. പിന്നെ എനിക്ക് മടിയാവും. അടുത്ത പെഡിക്യൂർ വരെ ഞാൻ പിന്നെ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ ഓക്കെ, ഇനി 1 മാസത്തേക്ക് ഇതൊക്കെ ചെയ്യണം എന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ കാല് നല്ല വൃത്തിയായിട്ടിരിക്കുക. ചെരുപ്പിട്ട് നടക്കണം സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ ഈ തറയിൽ നമ്മൾ വെറും കാലോട് നടക്കുമ്പോൾ തന്നെ കാല് ഭയങ്കര ഡ്രൈ ആവും. പക്ഷെ ആക്ച്വലി ചെരുപ്പിടാതെ നമ്മൾ നടക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് ഗ്രൗണ്ടഡ് ആവുക എന്നാണ് പറയുന്നത്. രണ്ട് അത് വീട്ടിലല്ല, ആക്ച്വലി വെളിയിൽ നമ്മൾ ചെരുപ്പിടാതെ കുറച്ച് നടക്കുമ്പോഴാണ് നമ്മൾ അത് കുറച്ച് നേരം അങ്ങനെ. അത് അമ്പലത്തിലൊക്കെ പോയി നടന്നാലും മതി. അങ്ങനെ രണ്ടും 2 തിയറികളാണ് ആക്ച്വലി. എല്ലാം കോൺട്രഡിക്ടറി തിയറീസ് ആണെല്ലാം. ഓക്കെ, ഇനി ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.